ഹായ് ഫ്രണ്ട്സ്, അബീസ് ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ രണ്ട് തോട്ടത്തിലെയും കൂടെ, അതായത് പുതിയതായിട്ട് ഇപ്പോൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള തോട്ടത്തിലെയും നമ്മുടെ വീട്ടിലുള്ള ടെറസിലും താഴെയായിട്ട് വെച്ചിട്ടുള്ള തോട്ടത്തിലെയും കൂടെ ട്യൂബേഴ്സുകളാണ് നമ്മൾ സെയിലിന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ കുറേ നാളുകളായിട്ട് ലോട്ടസിൻ്റെ സെയിൽ ഒന്നും വിട്ടിട്ടില്ലായിരുന്നു. വാട്ടർ ലില്ലി മാത്രമാണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്, നോർമൽ പ്ലാന്റ്സുകളും. അപ്പം ഇന്ന് കുറച്ച് ട്യൂബേഴ്സ് കിട്ടിയപ്പം ഇന്ന് നിങ്ങളെ എല്ലാവരെയും കാണിക്കാമെന്നും കൂടെ വിചാരിച്ചു. ഇതാണ് നമ്മുടെ വീട്ടിലുള്ള തോട്ടം. ഫസ്റ്റ് കാണിച്ചത് നമ്മുടെ പുതിയ ഫ്ലോട്ടാണ്. പുതിയ ഫ്ലോട്ടിൻ്റെ മൊത്തത്തിലുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. പിന്നെ പുതിയതായിട്ട് താമര വെച്ച് പിടിപ്പിക്കുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രം ലോട്ടസ് വെക്കുക. അപ്പം പ്രത്യേകിച്ച് നമ്മൾ ഇതിന് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ വളർത്താൻ പറ്റുന്നൊരു സംഭവമാണ് നമ്മുടെ താമര. കുറച്ച് ചാണകപ്പൊടിയും എല്ലുപൊടിയും മണ്ണും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഹോൾസ് ഇല്ലാത്തൊരു പോട്ടും കൂടെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് താമര നമ്മുടെ മുറ്റത്തും ഫ്ലവർ വിരിയിപ്പിക്കാം. ഒരു നാടൻ താമരയുടെ വെറൈറ്റിയിൽ നിന്ന് തുടങ്ങിയ ആളാണ് ഞാൻ. ഇന്ന് 200ഓളം വെറൈറ്റീസ് നമ്മുടെ രണ്ട് ഗാർഡനിലും കൂടെ സെറ്റാക്കിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ലോട്ടസ് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ എന്തായാലും ഫ്ലവർ വരും. കാരണം ഇത്രയും വർഷമായിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു താമരയുടെ കാര്യങ്ങൾ. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ്, ഈ ഒരു ടൈമിൽ വെച്ചാൽ എന്തായാലും ഫ്ലവർ വരും. കാരണം നമുക്ക് ഇപ്പോൾ തന്നെ 200ഓളം വെറൈറ്റികളിൽ ആകെ 2 വെറൈറ്റി മാത്രമാണ് ഇവിടെ ഫ്ലവർ വരാതിരിക്കുന്നത്. ബാക്കി എല്ലാ വെറൈറ്റീസിലും ഇന്ന് നമുക്ക് ഫ്ലവർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ബഡ് കണ്ടപ്പോൾ എൻ്റെ മോനെ അതിൽ വിരിയിപ്പിക്കാൻ ഒരുപാട് കൗതുകം, അങ്ങനെ അവൻ വിരിയിപ്പിച്ചതാണ്. അപ്പോൾ നമുക്ക് വീഡിയോസിൽ നമ്മുടെ സെയിൽ വീഡിയോയിലേക്ക് പോവാം കേട്ടോ. ഇതാണ് ട്യൂബേഴ്സുകൾ. ഏതൊക്കെ വെറൈറ്റീസാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വെറൈറ്റി പിങ്ക് ജൂപ്പിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്ക് നമ്മുടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. നമ്മളെ പുതിയ ഗാർഡനിൽ വിരിഞ്ഞ് നിൽക്കുന്ന ഫ്ലവറാണ് കേട്ടോ അത്. നമുക്ക് ഈ നമ്മളെ ആദ്യത്തെ ഫ്ലവർ ഞാനിതിൻ്റെ ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത്തിരി വലിയ ഫ്ലവറാണ് കേട്ടോ ഇന്നിപ്പോൾ വിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ട്യൂബേഴ്സുകൾ 100, 130, 150 ആ ഒരു റേറ്റിലാണ് കൊടുക്കുന്നത്. അടുത്ത വെറൈറ്റി ഈ കാണുന്ന സിത്താര എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതാണ്ട് സിത്താരയുടെ 2 ട്യൂബറാണ് നമുക്ക് സെയിലിനുള്ളത്. ഒരുപാട് ഗ്രോത്ത് ടിപ്പുള്ള ട്യൂബറാണ്. 2ആയിട്ടും 3ആയിട്ടൊക്കെ കട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന ട്യൂബേഴ്സാണ്. റേറ്റ് വരുന്നത് 130, 150 ആ ഒരു റേറ്റിലാണ്. അടുത്ത വെറൈറ്റി Q133 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതാ ഈ ഒരു ഫ്ലവറാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ട്യൂബറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 150 രൂപയാണ്. ഒരുപാട് ഗ്രോത്ത് ടിപ്പുള്ള നല്ല സ്പ്രൗട്ടൊക്കെ ചെയ്തിട്ടുള്ള ട്യൂബറാണ്. അടുത്ത വെറൈറ്റി ഇതാ പിങ്ക് ജൂപ്പിറ്റർ തന്നെ. ഇത് നമുക്ക് ഇവിടുത്തെ ഗാർഡനിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കെട്ടിവെച്ചതുകൊണ്ട് ഇതിന് ലീഫുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്ലവർ. അത് നമുക്ക് ഈ ഒരു പോട്ടിൽ വിരിഞ്ഞ ഫ്ലവറാണ് കാണിച്ചത്. അടുത്ത വെറൈറ്റി കാവേരിയാണ്. കാവേരി നമുക്ക് ഒരുപാട് പൂക്കൾ തന്നിട്ടുള്ള വെറൈറ്റിയാണ്. അപ്പോൾ കാവേരിയുടെ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുത്തിട്ടില്ല. കാവേരി എല്ലാവർക്കും അറിയുന്നൊരു വെറൈറ്റിയാണല്ലോ. നമുക്ക് ഒരുപാട് പൂക്കൾ വന്നിട്ടുള്ള വെറൈറ്റിയാണ്. ഇത് വാൻതോങ് ഹോങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. കുറച്ച് പുതിയൊരു വെറൈറ്റിയാണ്. നമുക്ക് ഒരേ സമയം തന്നെ ഒരുപാട് പൂക്കൾ ഒരുപാട് ദിവസം നിൽക്കുന്ന ഫ്ലവറാണ് കേട്ടോ ഈ ഒരു വാൻതോങ് ഹോങ്ങിൻ്റെ ഫ്ലവർ. നമുക്ക് ഇപ്പോൾ തന്നെ 3 പോട്ടിൽ ഫ്ലവർ ഉണ്ട്. ഒരു പോട്ടിൽ നിന്ന് എടുത്ത ട്യൂബറാണ്. അതിൻ്റെ ബാലൻസ് വന്ന ട്യൂബറൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് 150 രൂപയാണ്. അടുത്തത് ജുവാബ 30 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ട്യൂബറാണ്. ഇതിൻ്റെ ഫ്ലവർ കണ്ടില്ലേ, നമ്മൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ വിരിഞ്ഞിട്ടുള്ള ഫ്ലവർ പിക്കുകളാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഫ്ലവറിൻ്റെ പെറ്റൽസ് കാണുമ്പോൾ ബാർബി ഡോളിൻ്റെ ഉടുപ്പ് പോലെ എനിക്ക് തോന്നാറുണ്ട്. കാരണം അത്രയും അടുക്കടുക്കായിട്ടാണ് ഇതിൻ്റെ പെറ്റൽസ് വരുന്നത്. നല്ല ഭംഗിയുള്ള വലിയ പൂക്കളാണ്. നമ്മൾ വളവും അതിനുള്ള സ്പേസും കൊടുക്കുന്നതിനനുസരിച്ച് പൂക്കളുടെ സൈസും കൂടി വലിയ ഫ്ലവറായിട്ട് വരുന്നതാണ്.
പിന്നെ ഒരുപാട് ഹൈറ്റിലൊന്നും അങ്ങനെ വന്ന് വിരിയില്ല, എന്നാലും നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. അതിൻ്റെ റേറ്റ് വരുന്നത് 230 രൂപയാണ് കേട്ടോ. ഒറ്റ ട്യൂബറേ ഉള്ളൂ. അടുത്തത് ഈ റെഡ് ഫിലിപ്പിൻ്റെ ചെറിയ ഒരു ട്യൂബറാണുള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 80 രൂപയാണ്. ഇതും നമുക്ക് ഇപ്പോഴും ഫ്ലവർ വന്നുകൊണ്ടിരിക്കുന്ന പോട്ടിൽ നിന്ന് എടുത്തത് തന്നെയാണ്. അടുത്തത് ഐശ്വര്യയാണ്. ഐശ്വര്യക്കുട്ടിയുടെ 3 ട്യൂബറാണ് നമുക്ക് സെയിലിനുള്ളത്. ചെറിയ ട്യൂബർ ഒന്നും വലിയ 2 ട്യൂബറും. വലിയ 2 ട്യൂബറിനും 180 രൂപയും ചെറിയ ട്യൂബറിന് 100 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. പിന്നെ ഇതാ നിത്യക്കുട്ടിയാണ്. നിത്യയുടെ നമുക്കിവിടെ വിരിഞ്ഞിട്ടുള്ള ഈ ഒരു പോട്ടിൽ തന്നെ വീഡിയോ ആണ് കേട്ടോ ഈ കാണുന്നത്. സൈഡിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു പോട്ടിൽ തന്നെ വിരിഞ്ഞിട്ടുള്ള. അപ്പം ഇത് കട്ട് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ട്യൂബേഴ്സുകൾ എടുക്കാനുണ്ട്. അപ്പോൾ ഇതാ ഞാൻ സൈഡിൽ ഇങ്ങനെ കാണിക്കുന്ന ചെറിയ ട്യൂബറുണ്ട്. 100 രൂപയുടെ ട്യൂബർ മുതൽ നമുക്ക് ഇതിൽ സെയിലിനുണ്ട്. 100, 150, 180 ആ ഒരു റേറ്റിലുള്ള ട്യൂബേഴ്സുകളാണ്. ഒരു മീഡിയം സൈസ് ഫ്ലവറാണ് ഇതിൽ വരുന്നത്. ബൗൾ വെറൈറ്റി എന്ന് പറയാം, എന്നാൽ മൈക്രോ ബൗളല്ല, അത്യാവശ്യം വലുപ്പമുള്ളൊരു ഫ്ലവറും കൂടാണ്. ഇതൊക്കെ നമുക്ക് ഒന്ന് വെച്ച് പിടിപ്പിച്ചാൽ എന്തായാലും ഫ്ലവറുകൾ എന്നും വരുന്നതാണ്. അടുത്തത് ലില്ലി പൊട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. നമ്മളെ കേരളത്തിൽ തന്നെ ഹൈബ്രിഡാണ്. സുജിത് സുരേന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെയാണ് കേട്ടോ. അവർ ഒരുപാട് വെറൈറ്റീസ് ഇറക്കിയ ആളാണ്. അപ്പം എൻ്റെ അടുത്ത് വിരിഞ്ഞിട്ടുള്ള ഫ്ലവറും ഹൈബ്രിഡൈസറുടെ ഫ്ലവർ പിക്കുമാണ് കേട്ടോ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. 2 ട്യൂബറാണ് സെയിലിനുള്ളത്. 250 രൂപയും 200 രൂപയുമാണ് കേട്ടോ 2 ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. നിങ്ങളെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, അതൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഇത് റെഡ് ജുവാബ 30ൻ്റെ പോട്ടാണ് കേട്ടോ. ഈ പോട്ടിൽ ഇപ്പോഴും ഫ്ലവർ ഉണ്ട്. അപ്പം നമുക്ക് ഫ്ലവർ വന്ന വെറൈറ്റീസിൻ്റെ മാത്രമാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. DTDC, സ്പീഡ് പോസ്റ്റ്, പിന്നെ എല്ലാ ST കൊറിയർ, സ്പീഡ് ആൻഡ് സേഫ്, അങ്ങനെ എല്ലാ കൊറിയർ സർവീസും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതാ വേണ്ടതെന്ന് പ്രത്യേകമായിട്ട് ടൈപ്പ് ചെയ്തിട്ടാൽ മതി. ഇതാണ് സിത്താര കേട്ടോ. സിത്താരയുടെ ബഡ് ഇതിൽ കണ്ടില്ല, ഇപ്പോഴും ബഡ് ഉണ്ട്. വേറൊരു പോട്ടിൽ നിന്ന് എടുത്ത ട്യൂബറാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. സിത്താരയിൽ ഇപ്പോൾ ഒരു 5ാമത്തെ ഫ്ലവറാണ് ഈ ചെറിയ പോട്ടിൽ വെച്ചിട്ട് കേട്ടോ. അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. നമ്മുടെ ലോട്ടസ് ഗാർഡനിൽ വിരിഞ്ഞിട്ടുള്ള ട്യൂബേഴ്സുകൾ തന്നെയാണ് കേട്ടോ ഞാൻ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, ഗോൾഡൻ സൺഷൈൻ ആണ് കേട്ടോ അത്. അപ്പം എല്ലാ വെറൈറ്റീസും